നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികൾക്ക് ഏറ്റവും അധികം ജീവിത ചെലവുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ദുബായും അബുദാബിയും ഇടം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രവാസ ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. വാർത്തയിലേക്ക്. ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയെല്ലാം ജീവിത ചെലവിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ പട്ടിക തിരിക്കുമ്പോൾ ആദ്യ 50-നുള്ളിലാണ് ദുബായും അബുദാബിയും ഇടം പിടിച്ചത്. പട്ടികയിൽ നേരത്തെ 49-ാം സ്ഥാനത്തുണ്ടായിരുന്ന ദുബായ് 10 സ്ഥാനങ്ങൾ മാറി 30-ാം സ്ഥാനത്തായി. 54-മതായിരുന്ന അബുദാബി ഇപ്പോൾ 40-ാം സ്ഥാനത്തു. ദോഹ, മനാമ, മസ്കറ്റ്, റിയാദ്, കുവൈറ്റ്, ജിദ്ദ എന്നിവയും ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ചെലവേറിയതായി കണക്കാക്കുന്നു. പുതിയ പട്ടികയിൽ GCC രാജ്യങ്ങളിലെ ചില പ്രധാന നഗരങ്ങളെല്ലാം 18 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നതായും ECA ഇന്റർനാഷണൽ മാനേജർ സ്റ്റീവൻ കിൽഫെഡർ പറയുന്നു. ഡോളറിനെതിരെ അറബ് കറൻസികൾ മെച്ചപ്പെട്ട മൂല്യം കൈവരിച്ചത് വിദേശ സഞ്ചാരികൾക്ക് ചെലവ് കൂട്ടാനുള്ള പ്രധാന കാരണമായും കണക്കാക്കുന്നു. അതേസമയം എണ്ണവില പിന്നെയും താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നികുതികൾ ചുമത്താൻ ഗൾഫ് സഹകരണ കൗൺസിലിൽ രാജ്യങ്ങൾ ആലോചിക്കുന്നുമുണ്ട്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കാം പുതിയ നികുതികൾ. എണ്ണവില അടുത്തെങ്ങും വർദ്ധിക്കില്ലെന്നും ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വരവോടെ വില കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. UAE, ബഹ്റൈൻ, സൗദി എന്നിവിടങ്ങളിൽ വാറ്റ് നിലവിലുണ്ട്. UAE-യിൽ ഡിസംബർ മുതൽ മധുരപാനീയങ്ങൾ, സിഗരറ്റ് എന്നിവയ്ക്ക് നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാധന വിലകൾ കുതിച്ചുയരുന്നതിലും പ്രവാസികൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ജീവിത ചെലവ് വർദ്ധിച്ചാൽ ഏറ്റവും ആദ്യം തകരുന്നത് ചെറിയ വരുമാനത്തിൽ തൊഴിലെടുക്കുന്ന പ്രവാസികളായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ആഗോളതലത്തിൽ തുർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനമായ അഷ്ഗാബാദ് ആണ് ലോകത്തെ ഏറ്റവും ചെലവേറിയ നഗരം. ടോക്കിയോ ചെലവേറിയ 2ാമത്തെ നഗരവുമായി തുടരുന്നു. സൂറിച്ച്, ജനീവ, ബാസൽ, ഹോങ്കോങ്, യോക്കോഹാമ, ടെൽ അവീവ്, നഗോയ എന്നിവയാണ് ചെലവേറിയ മറ്റ് നഗരങ്ങൾ. ഗൾഫിൽ ഇനി കുറച്ചും കൂടെ നല്ല ശമ്പളത്തിലുള്ള ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ചെലവിൽ പിടിച്ചു നിൽക്കാൻ ആകൂ എന്നതൊരു വസ്തുത തന്നെയാണ്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.